സദ്ഗുരു ശരണം. പ്രിയപ്പെട്ട ആത്മബന്ധുക്കളെ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. നമ്മുടെ ഈ മഴക്കാല രോഗങ്ങളും അതുപോലെ പകർച്ച വ്യാധികൾക്കും എതിരായിട്ടുള്ള ഒരു പ്രതിരോധം എങ്ങനെയൊക്കെയാണ് ആഹാരത്തിലൂടെയും മറ്റും ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധം എന്ന് പറയുമ്പോൾ അത് ശാരീരികവും മാനസികവും അല്ലെങ്കിൽ ആത്മീയവുമായ ഒരു പ്രതിരോധമുണ്ട്, ഭൗതികമായ ഒരു പ്രതിരോധമുണ്ട്. അതാണ് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആയുർവേദത്തിലൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ ജില്ലകളിലും ഇങ്ങനെ മൊബൈൽ സന്ദേശവാഹ യജ്ഞം എന്നാണ് ഗുരു അതിന് നാമകരണം ചെയ്തത്. അങ്ങനെ ഈ മരുന്നുമായി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ശിശുവ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോ ഈ അതാണ് പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ശക്തിയുണ്ട്. നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും അത് നമുക്ക് ശരീരത്തിൽ അത് പ്രതിരോധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശരീരം അതിനെ സ്വീകരിക്കണമെങ്കിൽ അതിനൊരു ആ ജീവന്റെ ഒരു ഭാഗ്യം വേണം. അതിനാണ് ഗുരു എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ മരുന്ന് കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊരു മരുന്ന് കൊടുത്താൽ ആ മരുന്ന് അതിന്റെ ആ അസുഖം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല സ്വഭാവത്തിലുള്ള അസുഖങ്ങളുണ്ട്. ശരീരത്തിന് മാത്രമുള്ള അസുഖങ്ങളുണ്ട്. ചില അസുഖങ്ങൾ കർമ്മദോഷങ്ങളായും പാരമ്പര്യമായും അല്ലെങ്കിൽ ജീവനിലുള്ള ഗുരുവാണിയിൽ ഗുരു പറഞ്ഞില്ലേ, ജീവനിലുള്ള പുണ്യക്കുറവ് ശരീരം എന്ന കർമ്മത്തിൽ പല അങ്ങനെ വരുന്ന വ്യാധികളായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മാറിയെടുക്കണമെങ്കിൽ ആ ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. അപ്പൊ ഞാൻ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട്. ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു എന്താ പറയാ, വയനാട്ടിൽ വെച്ചാണ്. വയനാട് ഉള്ള ഒരു മാനന്തവാടി വെച്ച് ഇതുപോലെ വാഹനവുമായി പോയ സമയത്ത് അവിടെ ഒരു പ്രായമായൊരു മാമൻ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ വിട്ടുമാറാത്ത നമ്മുടെ ഈ ആസ്മ എന്ന് പറയുന്ന ഒരു വലിവിന്റെ അസുഖമാണ്. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഡോക്ടർ ഉണ്ട്, അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്നൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ ആ മരുന്നുമായി വന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ല. അപ്പൊ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം അങ്ങനെ വന്നതാണല്ലോ. നമ്മളിങ്ങനെ പെട്ടെന്നാണല്ലോ വരുന്നത്, യാദൃച്ഛികമായിട്ട് നമ്മളെ വണ്ടിയൊക്കെ അവിടെ വരും, ഓരോ സ്ഥലത്ത് പോകുന്നത്. അപ്പോ അദ്ദേഹത്തിന് പൈസ ഇല്ല, 200 രൂപയ്ക്കാണ് അന്നത്തെ വില. അപ്പോ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാമന്റെ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ 20 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സോളാനം കപ്പ് സിറപ്പ് എന്ന് പറയുന്നൊരു സിറപ്പുണ്ട്, അത് അന്ന് 20 രൂപ അതിന്റെ വില. അപ്പൊ അത് ഞാൻ പ്രാർത്ഥിച്ച് ആ മാമന് കൊടുത്തു. അപ്പൊ ഗുരു ഞങ്ങളോട് പോകുമ്പോഴേ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് ഫലിക്കും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ മരുന്ന് കൊടുത്ത് ഞങ്ങൾ പോയി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നപ്പോ അതും യാദൃശ്ചികമായാണ്. ഈ മാമനൊന്നും അറിയില്ല ഞങ്ങളവിടെ വരുന്നതോ, ഞങ്ങൾക്കും പോലും അറിയില്ല. പക്ഷെ അവിടെ എത്തിയപ്പോ അദ്ദേഹം അവിടെ ഉണ്ട്. അത് വലിയൊരു അനുഭവമാണ്. അപ്പൊ അദ്ദേഹം ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അന്ന് കഴിച്ച ആ മരുന്ന് ഒരു സിറപ്പാണ്, സാധാരണ ഒരു കപ്പ് സിറപ്പാണ്. പക്ഷെ എൻ്റെ ആ അസുഖം പിന്നെ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എത്രയോ വർഷങ്ങളായി, ഞാൻ വളരെ കാലങ്ങളായി കൊണ്ടു നടന്ന അസുഖമാണ്. അത് ഇപ്പൊ പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു ബോട്ടിലും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊടുത്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, അപ്പൊ നമ്മള്
നമ്മൾ വിശ്വാസികൾ മാത്രമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഉള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഏത് കാര്യവും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. രോഗം മാറാനെന്നല്ല, ഏത് കാര്യത്തിനും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആ ഒരു സങ്കല്പവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഗുരുവിന്റെ ഈ ഓരോ മരുന്നിലും, പ്രത്യേകിച്ച് നമ്മുടെ ആശ്രമത്തില് തയ്യാറാക്കുന്ന എല്ലാ മരുന്നുകളും ഗുരുവിന്റെ ഒരു സങ്കല്പത്തിലാണ് ആ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആ മരുന്ന് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ ആ സങ്കല്പമാണ് ആ സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, ആ പ്രാർത്ഥനയോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, ഈ ഒരു മരുന്നിന്റെ അകത്ത് തന്നെ പറയാം, നമ്മൾ കാണുന്നതാണ് ആ മരുന്ന്, പക്ഷെ അതിന്റെ സങ്കല്പം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ ഈ സങ്കല്പം ആക്റ്റീവ് ആയാലേ ആ മരുന്ന് ഫലിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ ഒരു മരുന്ന് കഴിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ചില അസുഖങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, ചില അസുഖങ്ങൾ അങ്ങനെ മാറി പോകുന്ന അസുഖങ്ങൾ കുഴപ്പമില്ല, ചെറിയ ചെറിയ. പക്ഷെ ചില അസുഖങ്ങൾ അങ്ങനെ മാറില്ല. അപ്പൊ അതിന് മരുന്ന് നമ്മൾ കഴിച്ചിട്ട് മാറാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഗുരു നമ്മളോടൊരു മരുന്ന് കഴിക്കാൻ പറയുന്നതായാലും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന, ചിലപ്പോൾ മിക്കവാറും വിശ്വാസികളൊക്കെ നമ്മൾ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ആ ഡോക്ടറെ കാണിക്കുമോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുമോ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ ഗുരുവിന്റെ ഒരു സങ്കല്പം അത് നമ്മുടെ ജീവനിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ മരുന്നിനോടൊപ്പം അത് നമ്മുടെ ജീവനിലേക്ക് എത്തിച്ചേരും. പക്ഷെ ആ സങ്കല്പം അത് ഫലിക്കണമെങ്കിൽ, അതായത് ആക്റ്റീവ് ആവണമെങ്കിൽ, അത് പ്രവർത്തിക്കണമെങ്കിൽ, അതിനൊരു കർമ്മത്തിലേക്ക് ആ സങ്കല്പം ഒരു കർമ്മ സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ അതിനാണ് ഗുരു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അതാണ് ഗുരു പറയുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴായാലും, ഭക്ഷണം, ഇപ്പം ഈ ക്ലാസ് എടുക്കുമ്പോൾ ഡോക്ടർ അത് വിശദമാക്കുന്നു വിചാരിക്കും, ഭക്ഷണം കഴിക്കുന്നതായാലും അതൊരു മരുന്നാണ്. അപ്പൊ അത് നമ്മളത് മരുന്നായി മാറണമെങ്കിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത്, ആ സങ്കല്പം ഗുരുവിന്റെ ആ പ്രകാശമായി നമ്മുടെ ജീവനിൽ വന്നു ചെയ്യും. അപ്പൊ അത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയാണ് ആ ഒരു നിഷ്ഠയും, ആ ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു സങ്കല്പത്തിലും ആ ഒരു ചിട്ടയിലും നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ അത് ഗുരുവിന്റെ വാക്ക് ഈ മരുന്ന് കഴിക്കുന്ന മാത്രമല്ല, ഗുരു നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് ചിലപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്തായിക്കോട്ടെ. ഗുരു ഒരു കാര്യം പറയുമ്പോൾ അതൊരു സങ്കല്പമാണ്. അതാണ് ഗുരു ആദ്യ സങ്കല്പം എന്ന് പറയുന്നത്. ഗുരുവിന്റെ വാക്കുകളൊക്കെ നമ്മൾ ആ ഒരു തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളോട് പറയുന്ന ആ വാക്ക് ഒരു സങ്കല്പമായി നമ്മുടെ ജീവനിൽ വന്ന് പതിക്കും. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അപ്പൊ അതിന് നമുക്ക് എന്ത് പറ്റും, അതിന്റെ റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ ഗുരു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്നാലും, ഗുരു പറഞ്ഞിട്ട് ഞാൻ കഴിച്ചത്, അത് മാറിയില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഗുരു നമ്മൾ പറയുമ്പോൾ തന്നെ അത് കർമ്മമായിട്ട് വരൂല. അത് നമ്മളുടെ കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമർപ്പണം കൊണ്ടും സങ്കല്പം കൊണ്ടും ആ ഒരു കാര്യത്തെ നമ്മൾ പ്രവർത്തിച്ചെടുക്കണം. അപ്പോഴേ ആ സങ്കല്പം ആക്റ്റീവ് ആവുള്ളൂ. അതാണ് ഈ ഗുരുപരമ്പരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. അതാണ് ജപസ്തവോ വ്രതം തീർത്ഥം യജ്ഞോദാനം ഹൃദയ ജപ ഗുരുതത്വം അവിജ്ഞായ സർവം വ്യർത്ഥം ഭവേത് പ്രിയ എന്ന് പറയുന്നുണ്ട്. അത് നമുക്കും കൂടി ബാധകമാണ്. അല്ലാതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടോ ദിവസം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഗുരു എന്താണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ ആ സങ്കല്പത്തെ നമ്മൾ ജീവനിൽ പകർത്തി നമ്മളത് ആ ഗുരു നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു പ്രകാശത്തെ, അല്ലെങ്കിൽ ആ സങ്കല്പം ഗുരു ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ ഇതുവരെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് ആർക്കും വരില്ല. നമുക്ക് വരുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ
അത് ചെയ്യാനുള്ള എല്ലാ മരുന്നുകളും ഗുരു, എല്ലാ കാര്യങ്ങളും ഗുരു നമ്മുടെ ജീവനിലേക്ക് നിറച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഇതൊരു എന്റെ പ്രഭാഷണമല്ല. ഡോക്ടർ അതിനു വേണ്ടി വളരെ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, ഇതിന്റെ ആത്മീയ വശം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത് നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കുക. കാരണം അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ജീവന്റെ ആ ഒരു ഭാഗ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു എന്താ പറയാ, ഇങ്ങനെ നമുക്ക് കാസർഗോഡിന്റെ ഒരു ചുറ്റുപാട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് കൂടിയത്. എന്നാലും നമുക്ക് ഇങ്ങനെ എങ്കിലും കൂടാൻ കഴിഞ്ഞത് തന്നെ നമുക്ക് ഗുരുവിന്റെ ഒരു കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് മുന്നിൽ ഞാൻ നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുഭാഗങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വർ. കേൾക്കാവോ മഞ്ജു ചേച്ചി? കേൾക്കാവോ? കേൾക്കുന്നുണ്ട് കേൾക്കാം. സർവസ്വമായ എന്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ശിഷ്യപൂജിത ജനനിയെ നമസ്കരിച്ചുകൊണ്ടും, നമ്മുടെ ഈ മീറ്റിംഗിൽ നമ്മുടെ സർവാദരണീയ സ്വാമി ആത്മബോധ സ്വാമി സദ്ഗുരുശരണം, നമ്മുടെ എല്ലാ ആത്മബന്ധുക്കൾക്കും, ഈ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കൾക്കും സദ്ഗുരുശരണം. കുറെ പേർക്ക് എന്നെ അറിയണ്ടോന്ന് അറിയില്ല. എന്റെ പേര് മോനിഷ എന്നാണ്. ഞാന് സിദ്ധ ഡോക്ടറാണ്. നമ്മുടെ ശാന്തിഗിരി തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ എന്റെ സിദ്ധ പഠിച്ചത്. ഇപ്പൊ ചിലർക്കൊക്കെ ചിലപ്പോ നമ്മുടെ കോവിഡിന്റെ സമയത്ത് സ്വാമിയോടൊപ്പം തന്നെ നമ്മുടെ കാസർഗോഡ് ഏരിയയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചില പേർക്കൊക്കെ ചിലപ്പം എന്നെ അറിയുണ്ടാവും. അതുകൊണ്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്റെ ചെറിയൊരു ഇതിലൂടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാം. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് എപ്പോഴും ഗുരുവാനല്ല നമ്മുടെ ഏറ്റവും വലുത്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അവിടെ തിരുവനന്തപുരത്താണ് പഠിച്ചത്, നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തില്. അത് കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കുന്നതിൽ നിന്നപ്പോഴാണ് അച്ഛനോട് ഗുരു പറയുന്നത് അവനെ സിദ്ധ പഠിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ അച്ഛന്റെ കയ്യില് വരുമാനങ്ങളൊന്നും ഇല്ല. പക്ഷെ ഗുരുവിന്റെ ഒരു വാക്കാണ്. ആ ഒരു വാക്ക് അച്ഛൻ ഏറ്റെടുത്തത് കൊണ്ട്, എന്താ പറയാ, ആ ഗുരുവിനോടുള്ള ആ സ്നേഹത്തോടുള്ള അർപ്പണത്തിലൂടെ അത് ചെയ്തത് കൊണ്ടായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എനിക്കൊരു ഡോക്ടറേറ്റ് ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും വലിയൊരു അത്രയും ഞാൻ ഗുരുവിനെ പ്രാർത്ഥിക്കാണ്. ഗുരുവിനെയും എന്റെ അച്ഛനെയും ഞാൻ ഈ ഒരു വേളയിൽ ഞാൻ ആദ്യം ഓർക്കുകയാണ്. കാരണം അവരുടെ ഗുരുവിന്റെ ഒരു വാക്കും അച്ഛന്റെ ഒരു പ്രയത്നവും കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് എന്നോട് സന്ദേശിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു മഴക്കാല രോഗങ്ങളെ പറ്റിയിട്ട് ഒന്ന് ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഴക്കാലം തുടങ്ങി കുറച്ചായി. അപ്പം നമ്മള് കുറെ പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത്. എന്നാലും അതിന്റെ കുറച്ചും കൂടി ആധികാരികമായിട്ട് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവും, നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിലെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം നല്ലൊരു ആരോഗ്യത്തോടുള്ള കേരളത്തില് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യത്തോടുകൂടെ ഈ മഴക്കാലം കഴിഞ്ഞു പോകാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിനു മുമ്പേ ഉള്ള ഒരു കാലം, അതായത് മഴക്കാലത്തിന് മുമ്പേ നമ്മൾ എന്താണ്, വേനൽക്കാലാണ് അല്ലെ, ശക്തമായ വേനലാണ്, നമ്മുടെ ചൂടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുക. അപ്പൊ ഈ ചൂടിനെ തണുപ്പിച്ചുകൊണ്ട് മഴക്കാലം വരുന്ന സമയത്ത് നമ്മുടെ ശരീരവും ചൂടായിട്ടിരിക്കും അല്ലെ. നമ്മുടെ സിദ്ധയിൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അണ്ടത്തിലുള്ളതേ പിണ്ടം, പിണ്ടത്തിലുള്ളതേ അണ്ടം, അണ്ടവും പിണ്ടവും ഒன்றേ അറുണ്ട് താൻ പാർക്കും പോതി എന്നൊരു ശ്ലോകമാണത്. അപ്പൊ അതിലൊന്നുമില്ല, നമ്മള് പ്രകൃതിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതില് വരുമ്പോ നമ്മള് പെട്ടെന്ന് തണുപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലും ഈ തണുത്ത ഒരു പ്രതിഭാസം വരുമ്പോ, അതായത് ചൂട് നല്ലത് നഷ്ടപ്പെട്ട് ഫുള്ളായിട്ട് തണുക്കുമ്പോ നമ്മുടെ ശരീരത്തിനകത്തുള്ള ചൂടും നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മളൊരു നോർമലി ഒരു ഫ്രിഡ്ജിൽ നമ്മൾ ഒരു സാധനം വെച്ചാൽ ഫ്രിഡ്ജ് എങ്ങനെയുണ്ടാവുക, അത് ഫ്രീസായി പോകില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലേക്കും ഈ ഒരു തണുപ്പ് അനുഭവപ്പെടുമ്പോ വാദപരമായിട്ടുള്ള അസുഖങ്ങളെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. മെയിനായിട്ട് മഴക്കാലത്താണ് ഈ പിന്നെ സന്ധിവേദന അതൊക്കെ വരുന്നത്. കാരണം ഇത് തന്നെയാണ്, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും. ചൂട് കുറയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് നമുക്ക് വേദനകളും കാര്യങ്ങളും വരില്ല.
ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടുള്ള ആൾക്കാർ, ഇപ്പം ഇതിൽ പണ്ടുള്ളവരുണ്ട്, അവർക്കറിയാം. അവർ ആ സമയത്ത് ഈ പ്രത്യേക മരുന്നുകളും കാര്യങ്ങളും, അതായത് ഈ മരുന്നുകളിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ചൂട് കൊടുക്കുന്നവയായിരിക്കും. ഇപ്പൊ നമ്മുടെ ആശ്രമ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കർക്കിടകക്കഞ്ഞി ഇല്ലേ, കർക്കിടകക്കഞ്ഞി നമ്മൾ ഈ സമയത്ത് വെച്ച് കുടിക്കാൻ തന്നെ ഗുരു പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ മാറിയിട്ട് നല്ലൊരു പ്രതിരോധ ശേഷി നമുക്ക് ശരീരത്തിന് വരേണ്ടിയിട്ടാണ് അത് കഴിക്കാൻ പറയുന്നത്. ഇനി നമുക്ക് മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിനായിട്ട് ഒരു 9 അസുഖങ്ങളാണ് മഴക്കാലത്ത് വരുന്നത്. അപ്പൊ അതിൽ ഈ 9 അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 3 വകഭേദങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. എല്ലാവർക്കും അറിയാം, നമ്മൾ ജലജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, വായുവിലൂടെ പകരുന്നത്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മൾ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത്. ഈ 9 അല്ലാതെ ഇപ്പൊ പുതിയ പുതിയ അസുഖങ്ങളും വരുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നിരുന്നാലും മെയിനായിട്ട് നമ്മളൊക്കെ പഠിച്ച സമയത്ത് മഴക്കാല അസുഖങ്ങളിൽ പഠിച്ച 9 അസുഖങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ജലജന്യ രോഗങ്ങൾ അല്ലെ. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളത്തിലൂടെ നമ്മളിലേക്ക് പകരുന്ന അസുഖങ്ങൾ. ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ മഴക്കാലത്തിൽ വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് ഒരു നല്ലൊരു ക്ലാസ് തന്നിട്ട് പിന്നെ നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും പിന്നെ നമ്മളെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഈ ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് 3 എണ്ണമാണ് ഈ ഒരു സമയത്ത് വരുന്നത്: കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ. അടുത്തത് നമ്മൾ പറഞ്ഞത് ഓരോന്നിനെ പറ്റിയിട്ടും ബ്രീഫായിട്ട് പറയാം. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് കൊതുകുജന്യ രോഗങ്ങൾ അല്ലെ. അതിൽ നമുക്കറിയാം ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. ഇത് അധികം പേരും കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇത് കുറവാണെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വളരെ മോശം. അപ്പം ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, പിന്നെ മലേറിയ ഇപ്പം കോമൺ അല്ല. ഒരു 2003 ആ ടൈമിലൊക്കെയായിരുന്നു മലേറിയന്റെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നില്ല. പിന്നെ അതേഴ്സ്, അതല്ലേ വായുവിലൂടെ പകരുന്നത്, അതിലാണ് അപ്പർ റെസ്പിറേറ്ററി ഡിസീസസ് എന്ന് പറയും അതില്. പിന്നെ നമ്മളെ ഇപ്പം ഒരു 3 വർഷമായിട്ട് നമ്മുടെ ഈ പിന്നെ കേരളത്തിലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിലൊക്കെ കാണുന്ന കോവിഡ്, പിന്നെ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 വകഭേദങ്ങൾ നമ്മൾ തരംതിരിച്ച് വെച്ചിരിക്കുന്ന അസുഖങ്ങൾ. ഇനി ഇതിൽ നമ്മൾ ആദ്യം മൊസ്കിറ്റോ, കൊതുക് കാരണം വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അതിൽ ആദ്യത്തേത് ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെങ്കിപ്പനി അല്ലെ. അത് ഉണ്ടാക്കുന്നത് കൊതുകാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഈഡിസ് ഈജിപ്തി എന്ന് പറഞ്ഞ ഒരു തരം കൊതുകുകളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പം ഈ രാവിലെ ഏർലി മോർണിംഗിലും ഈവനിങ്ങിലും ആണ് ഇത് കൂടുതലായിട്ടും ഇങ്ങനത്തെ കൊതുകുകൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതും അത് വീടുകളിലേക്ക് കയറിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മളെ ഇൻജക്ട് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പം ഈ ഡെങ്കു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതിൽ 3 വേർഡ് അല്ലെ. ഡെങ്കു 6 വേർഡാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ ടൈം, അതായത് ഒരു 6 തൊട്ട് 10 ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ സിംറ്റംസ് ഒക്കെ ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇനി സിംറ്റംസ് എന്തൊക്കെയാണ്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും. നമ്മുടെ പനി എന്ന് വെച്ചാൽ കൂടുതലായിരിക്കും, അതായത് 100-100ന്റെ മേളിലായിരിക്കും പനി ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ മസിൽ വേദന, പേശി വേദന ഉണ്ടാവും, കണ്ണിന്റെ പുറകിലായിട്ട് വേദന ഉണ്ടാവും, ശരീരത്തിലൊക്കെ ഒരു ചുവന്ന പാടുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശക്തമായ തലവേദനയായിരിക്കും. നമുക്ക് സാധാരണ നമ്മൾ ചിലർക്കൊക്കെ ഉണ്ടാവും തലവേദന അല്ലെ, പക്ഷെ അതല്ലാതെ നല്ല ശക്തമായ തലവേദനയായിരിക്കും. പിന്നെ നമ്മുടെ എല്ലുകളൊക്കെ നുറുകുന്ന പോലത്തെ ഒരു വേദന, ജോയിന്റ് പെയിന്, പിന്നെ അതിനോടൊപ്പം നമുക്കൊരു ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി. ഇതൊക്കെയാണ് ഈ ഡെങ്കു ഫീവറിൽ നമുക്ക് നോർമലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ഇത് ഡെങ്കു 1 ഡെങ്കു 2 എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കുറച്ചും കൂടി ക്രോണിക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതിൽ നമുക്ക് അസഹ്യമായ വയറുവേദനയും അതോടൊപ്പം തന്നെ നല്ല എന്താ പറയാ നമ്മള് ഡയേറിയ പോലെ, ആ ഡയേറിയ പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിലൊരു ബ്ലീഡിങ് ഉണ്ടാവും, അതായത് ബ്ലഡ് കളർന്നിട്ടായിട്ടും ഡയേറിയ പോകുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു കണ്ടീഷനിലേക്ക് ആദ്യത്തെ ഡെങ്കു നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മളത് ഡോക്ടർ ചെയ്ത മരുന്നുകൾ കഴിച്ച് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിക്കും, അതിനൊരു വ്യത്യാസം വരും. പക്ഷെ ഡെങ്കു ഫീവർ എന്നുള്ളത് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ അത് കുറച്ച് എന്താ പറയാ ക്രോണിക് ആണ്. അപ്പൊ നമ്മളത് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ കാണിച്ച് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയേണ്ടതാണ്. ഈ ഒരു അപകട സൂചന എന്ന് പറയുന്നത് ഡെങ്കുവിൽ ഇതാണ്. അടുത്തത് നമ്മൾ ചിക്കൻ ഗുനിയും നമുക്കറിയാം ഒരു വൈറൽ ഫീവർ ആണ്. അതും ഉണ്ടാക്കുന്നത് 2 തരത്തിലുള്ള കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്തി ആൻഡ് ഈഡിസ് ആൽബോപിറ്റിക്കസ് എന്ന് പറഞ്ഞ 2 കൊതുകുകളാണ് ഈ ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നത്.
ഈ ചിക്കൻ ഗുനിയയുടെ ക്ലാസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡെങ്കുവിൽ പറഞ്ഞ പോലെ തന്നെ നല്ല പനി ഉണ്ടാകും, അതോടൊപ്പം തന്നെ ജോയിന്റ് പെയിൻ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ചിക്കൻ ഗുനിയയിൽ അധിക പേരും നമ്മളോട് ഇപ്പൊ പേഷ്യൻസ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമുക്ക് നല്ല വേദനയാണ് തോന്നുന്നത് ആ സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് പനിയോടുകൂടെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നനഞ്ഞ തുണി മുക്കിയിട്ട് നമ്മള് കുട്ടികൾക്കൊക്കെ കക്ഷത്തൊക്കെ വെച്ച് കൊടുക്കല്ലോ നമ്മൾ പനി കുറയാനായിട്ട്. അതുപോലെ നനഞ്ഞ തുണിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായി പിഴിഞ്ഞിട്ട് ഈ നനഞ്ഞ തുണി നമ്മൾ മസിൽസിന്റെ മേലെ ഇടുന്ന സമയത്ത് ഈ വേദന നമുക്ക് കുറക്കാൻ കഴിയും. അപ്പൊ ഈ പനി കഴിഞ്ഞിട്ടും ഈ വേദന നമുക്ക് ചിക്കൻ ഗുനിയന്റെ വന്നതിന്റെ വേദന നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചൂട് പിടിക്കാം. ആ ഇടം മസിലില് ചൂട് പിടിക്കുമ്പോൾ ആ ഒരു വേദന നമുക്ക് കുറഞ്ഞിട്ട് വരും. അടുത്തത് നമ്മളപ്പോ ഡെങ്കു പറഞ്ഞു, ചിക്കൻ ഗുനിയ പറഞ്ഞു. അടുത്തത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ടോ? അത് സ്പീഡ് കൂടുന്നുണ്ടോ പറഞ്ഞു പോകുന്നത്? ഇല്ല മനസ്സിലാവുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോടെ. ഓക്കെ. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് വെച്ചാൽ അതൊരു മൊസ്കിറ്റോ പകർത്തുന്നത് തന്നെയാണ്. അത് 1985 ജാപ്പനീസിലാണ് അത് ആദ്യമായിട്ട് ആ ഒരു രോഗം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിനെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. എൻസെഫലൈറ്റിസ് അതിന് വരാൻ കാരണം ഈ ഒരു അസുഖം നേരെ ബാധിക്കുന്നത് ബ്രെയിനിനെയാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് ഞാൻ ആദ്യം മുന്നേ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പം മൊസ്കിറ്റോയിൽ പരത്തുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ് ഞാനിപ്പോ ക്ലാസ് എടുത്തത്. അടുത്തത് നമുക്ക് ജലജന്യ രോഗങ്ങൾ, വാട്ടർ ബോൺ ഡിസീസസ്, വെള്ളത്തിലൂടെ വരുന്നത്. അതിൽ ആദ്യം ഞാൻ കോളറ പറഞ്ഞു. കോളറ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2003 ഈ കോളറയെ നമ്മൾ അധികമായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ആയിട്ട് നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്നത്. അപ്പം പിന്നീട് അതിനുള്ള മരുന്നുകളും ട്രീറ്റ്മെന്റുകളൊക്കെ കറക്റ്റ് വന്ന സമയത്ത് ഇപ്പൊ കോളറ എന്നുള്ളത് നമുക്ക് അങ്ങനെ കേൾക്കുന്നില്ല എന്ന് തന്നെ പറയണം. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ കോളറ എന്നുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ഡയേറിയ ആയിട്ട്, അതായത് വയറ്റിന്ന് നന്നായിട്ട് ഇളകിയിട്ട് പോകും. അതിന്റെ കൂടെ തന്നെ ഈ പോകുന്നതിലൂടെ എന്തുകൊണ്ടാണ് ഈ കോളറ അന്നൊക്കെ അപകടകാരിയെന്ന് വെച്ചാൽ ഈ നമ്മൾ വയറിളകി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നടക്കുകയും അങ്ങനെ നമ്മുടെ മിനറൽസ് നമ്മുടെ അതായത് സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള മിനറൽസുകൾ നമുക്ക് കുറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊരു കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ആകുന്നത് കൊണ്ടാണ് കോളറ വന്നിട്ട് പണ്ടൊക്കെ മരണം, അതായത് ഡെത്ത് വരെ സംഭവിച്ചെന്നുള്ളത് വന്നത്. അപ്പൊ അതിന്റെ ഒരു കോളറ വന്ന ഉള്ള സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ORS നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കലക്കി കുടിക്കുക. കാരണം മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലെമൺ ഇളഞ്ചൂട് വെള്ളം, തിളപ്പിച്ചാർന്ന വെള്ളത്തിലേക്ക് നമുക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സമം ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മിനറൽസ്, അതിപ്പം കോളറ എന്നുള്ള അസുഖത്തിന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, BP കുറഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട് ഇതില്. നിങ്ങൾ എപ്പോഴും അധികമൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഈ ശരീരം വിയർത്തിട്ട് അതിനകത്ത് നമ്മുടെ മിനറൽസ് ഒക്കെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാൻ ഈ പറഞ്ഞത്. ചെറുനാരങ്ങ തിളപ്പിച്ചാൽ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മൾ പിഴിഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാലൻസ് അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് കോളറ കഴിഞ്ഞ അടുത്തത് ടൈഫോയിഡും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സാൽമണല ടൈഫി എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ആണ് ഈ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ടൈഫോയിഡിനൊക്കെ ഇപ്പൊ നമുക്ക് അറിയാം വാക്സിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അധികം അതൊന്നും കേൾക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ മഴക്കാല രോഗങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതില് ഈ ടൈഫോയിഡിന് നമ്മൾ സിംറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫീവർ ഉണ്ടാവും. പക്ഷെ ആ ഫീവർ മൈൽഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു 4 വീക്സിനുള്ളിലാണ് ഈ ഫീവർ ഹൈ ഗ്രേഡ് ആവുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല സാധാ ഒരു ഫീവർ ആണ് കേൾക്കും. പക്ഷെ ആ ഫീവർ ഒരു 4 ആഴ്ചക്കുള്ളിൽ അത് കൂടുന്നു. അതാണ് ഈ ഒരു ടൈഫോയിഡിന് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോവുക, പിന്നെ ചുവന്ന് കടിച്ചിട്ട് കയ്യിലും നെഞ്ചത്തും, മെയിനായിട്ട് നെഞ്ചത്താണ് ഈ ടൈഫോയിഡിന് ചുവന്ന് കടിച്ച പാടുകൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അസഹ്യമായ ക്ഷീണം, ഛർദി, മലബന്ധം ചേർത്ത് വായിച്ചെന്ന് പോകുന്നത് കൊണ്ട് അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ തലവേദന. ഇതൊക്കെയാണ് നമ്മൾ ടൈഫോയിഡിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇത് ഈ ടൈഫോയിഡ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ഹൈജീനിക് ആയതുകൊണ്ടാണ് ഈ ടൈഫോയിഡ് കോളറ നമ്മളെ കേരളത്തിൽ അധികം കേൾക്കാത്തത്. കാരണം ടൈഫോയിഡ് ഒക്കെ മലമൂത്ര വിസർജനത്തിലൂടെയാണ് ഇത്
പകരുന്നത്. കാരണം അങ്ങനെ ഉള്ള ഒരാള് നല്ല രീതിയിൽ കൈകളൊന്നും കഴുകാതെ വന്ന ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് അത് മറ്റൊരാളിലേക്ക് പകരുന്നത്. പിന്നെ അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസ് ANE. ഹെപ്പറ്റൈറ്റിസ് വെച്ചാൽ നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്താണ്, കരൾവീക്കം അല്ല. അപ്പൊ ഈ കരൾവീക്കത്തില് കരൾവീക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇപ്പൊ കൂടുതലായിട്ട് മദ്യം കഴിക്കുന്നവർക്ക് കരൾവീക്കം ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ ഒരു വൈറസ് കാരണം, വൈറൽ ഇൻഫെക്ഷൻ കാരണം കരൾവീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് ABCDE എന്ന് പറയുന്നത്. അപ്പം ഇതും ഈ ഹെപ്പറ്റൈറ്റിസും ഉണ്ടാകുന്നത് മലിനമായ വെള്ളം, ആഹാരം ഇവ നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പെട്ടെന്നാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് അതുള്ള ഒരാള് കൂടെ നിന്നിട്ട് നമ്മള് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നെങ്കിൽ അത് പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണം ഒരു വിശപ്പില്ലായ്മ അനുഭവപ്പെടും. പിന്നെ മൂത്രത്തിലും കണ്ണിലും ഒരു മഞ്ഞ നിറം. കാരണം നമുക്കറിയാം ബിലിറുബിൻ എന്നുള്ള ഘടകം നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞ നിറങ്ങളുള്ളത് കണ്ണിലും മൂക്കിലൊക്കെ കാണപ്പെടും. ഇതിനോടൊപ്പം തന്നെ ഛർദി, വയറിളക്കം, ക്ഷീണം, ഇതൊക്കെയാണ് ഈ ഹെപ്പറ്റൈറ്റിസിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മദ്യമൊക്കെ കഴിക്കുന്നവര് അവർക്ക് ആദ്യം സിറോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കാണ് ഈ കരൾ രോഗം സെക്കൻഡറി സിറോസിസിലേക്ക് പോകും. അതിലും അതിന്റെ ഫൈബ്രോസിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്, അതായത് ലിവർ ശരിക്കും ഒരു 4 പോലെ ആകുന്ന സമയത്താണ് അത് ഇറിവേഴ്സിബിൾ ആവും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മള് ലിവർ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒക്കെ കഴിഞ്ഞ വർഷമാണ് ഓർമ്മയില്ല, ഹെപ്പറ്റൈറ്റിസ് കാരണം മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് ഒരു കല്യാണ വീട്ടില് കൊടുത്ത വെള്ളത്തിലൂടെയൊക്കെയാണ് അത് അവിടെയുള്ള കുറച്ചു പേർക്കൊക്കെ വന്നു. ആദ്യമേ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് കുറെ പേർക്കൊക്കെ അതിനൊരു മാറ്റം ഉണ്ടായി. പക്ഷെ ചിലര് ശ്രദ്ധിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് 2-3 മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഈ ഒരു മഴക്കാലത്ത് വരുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ANE എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ കൊതുകുജന്യ രോഗങ്ങളും ജലത്തിലൂടെ വരുന്ന അസുഖങ്ങളാണ് കാണുന്നത്. അടുത്തതായിട്ട് വായുവിലൂടെ വരുന്നത്. വായുവിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പറയുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. അതായത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മൂക്കിന്റെ മേലോട്ടുള്ള നമ്മുടെ ഭാഗത്തേക്ക് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും ഇതിനെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പിന്നെ തണുത്ത ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമുക്ക് വരാം. ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ചില സമയത്ത് മൈക്രോബ്സ് ഉണ്ടായിരിക്കാം. ഈ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നമ്മൾ പെട്ടെന്ന് തണുപ്പിലേക്ക് വരികയല്ലേ. ആ വരുന്ന സമയത്ത് നമ്മുടെ ഈ പ്രതലത്തിലെ തന്നെ ഈ പൂപ്പലുകളും ഫംഗൽ പോലത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഈ മഴയുടെ ഈ നനഞ്ഞ ഈർപ്പങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ മേലോട്ടേക്ക് ഇങ്ങനെ എന്താ പറയാ ഇവാപറേറ്റ് ചെയ്ത് വരും. ആ സമയത്താണ് ഈ പെട്ടെന്ന് ചിലർക്ക് ജലദോഷം, മഴ തുടങ്ങിയ പാടെ തന്നെ ജലദോഷം വരുന്നില്ല, ഒരു മൂക്കിന്റെ എവിടെ ഇങ്ങനെ ചൊറിയുന്ന പോലെ അങ്ങനെ വരുന്നില്ല. അത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം നമുക്ക് വരുന്നത്. അടുത്തത് നമ്മുടെ മറ്റുള്ള അസുഖങ്ങൾ, അടുത്തത് നമുക്ക് കോവിഡ് ഇപ്പൊ നമുക്കൊരു 3-4 വർഷമായിട്ട് നമുക്ക് നന്നായിട്ട് കോവിഡിനെ പറ്റി അറിയാലേ. അപ്പം അതില് മെയിനായിട്ട് വരുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ നല്ല ഒരു വരണ്ട ചുമ ഉണ്ടാവും. നമുക്ക് ഡ്രൈ കഫ് എന്ന് പറയും. ഇപ്പൊ കഫം കിട്ടില്ല, അതുകൊണ്ടാണ് അതിന് വരണ്ട ചുമ എന്ന് പറയുന്നത്. പിന്നെ ശ്വാസം മുട്ടല്, ശ്വാസം എടുക്കാനുള്ളൊരു ഒരു പ്രയാസം, നമുക്കൊരു ശരീരത്തിന്റെ അകത്തൊരു ഭാരം നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം തന്നെ മണം കിട്ടാതിരിക്കുക, വയറിളക്കം, ഇതൊക്കെയാണ് ടേസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെയാണ് കോവിഡിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അപ്പം കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചുകൊണ്ടും സാനിറ്റൈസർ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ അതിനെ പ്രതിരോധിച്ചത്. അപ്പൊ അത് തന്നെയാണ് കോവിഡ് എന്നുള്ള അസുഖങ്ങളുടെ പ്രതിരോധ മാർഗമായിട്ട് നമ്മൾ പറയുന്നത്. അടുത്തത് കോവിഡ് കഴിഞ്ഞ് നടക്കുന്നത് ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. എലിപ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വെള്ളത്തിൽ എലിയുടെ മൂത്രം കലർന്ന് അങ്ങനെ വരുന്നതല്ല എലിപ്പനി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതെന്തുകൊണ്ട് നമ്മൾ ജലജന്യ രോഗങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നേരെ ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്. അപ്പം ലങ്സിനെ ബാധിക്കുക മാത്രമല്ല, അവിടെ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും ഡെത്ത് സംഭവിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് എലിപ്പനി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്.
കാലിലിപ്പം നമ്മളിപ്പോ മുറിവൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ കഴിയുന്നത് മലിന ജലത്തിലൂടെ നമ്മൾ നടക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നടക്കേണ്ട ഒരു നമുക്കൊരു ഘട്ടം വന്നാൽ നമ്മൾ ഒരിക്കൽ ഒരു ബൂട്ട്സ് പോലത്തെയോ അങ്ങനെ എന്തെങ്കിലും ധരിച്ചിട്ട് മാത്രമേ നമ്മൾ നടക്കാവൂ. കാരണം മുറിവുകളിലൂടെയാണ് ഈ എലിപ്പനി ബ്ലഡിലൂടെ കലർന്ന് ഇത് നേരെ ലങ്സിലെത്തുകയും അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടായിട്ട് പെട്ടെന്ന് ആള് ഡെത്ത് ആവുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ കിഡ്നി ഫെയിലറും അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരണം പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പൊ അടുത്തൊരു രോഗം ഇതാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പൊ ഈ 9 രോഗങ്ങൾ ഏകദേശം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. 9 അസുഖങ്ങളും, അതായത് ജലജന്യ രോഗങ്ങൾ പറഞ്ഞു, മോസ്കിറ്റോ പകർത്തുന്നത് പറഞ്ഞു, പിന്നെ അതേഴ്സ് അതായത് നമ്മുടെ വായുവിലൂടെ പകർത്തുന്നത് പറഞ്ഞു. ഇതില് ഈ രോഗങ്ങൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം ഇതൊരു ക്ലാസ് എന്നുള്ളതിലുപരി നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ എന്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ അതിന് ബാക്കി വരുന്നുണ്ട്. പ്രിവെൻഷനും ട്രീറ്റ്മെന്റും പ്രതിരോധത്തിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇപ്പൊ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയാണ് നമ്മൾ 9 അസുഖങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞു വെച്ചിരിക്കേണ്ടത്. അതായത് മഴക്കാലത്ത് നമ്മുടെ പിന്നെ ആശ്രമത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യുന്നത് വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക അല്ലെ. ഈ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കിയാൽ തന്നെ, നമ്മൾ ഓരോരുത്തരും വൃത്തിയാക്കിയാൽ തന്നെ എന്താണ് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല. കാരണം പരിസരത്തിലുള്ള ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൂടെയും ഒക്കെയാണ് ഈ കൊതുകുജന്യ രോഗങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ ഈ വൃത്തിയില്ലാതെ പുറത്തൊക്കെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്താണ് മറ്റേ ജലജന്യ രോഗങ്ങൾ വരുന്നത്. പിന്നെ വായുവിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അസഹ്യമായിട്ട് ഇങ്ങനെ ചിലർ തുപ്പൂലെ, ഇങ്ങനെ നല്ല കഫമൊക്കെ ഉള്ള സമയത്ത് അവര് റോഡുമത്തിൽ തുപ്പാം. അങ്ങനെയൊക്കെയാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ വീടും പരിസരവും ഓരോരുത്തരും സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇന്നത്തെ അസുഖങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ ഇത്തരം രോഗങ്ങളെ പറ്റിയിട്ട് അല്ലെ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ. സദ്ഗുരു ശരണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം ഡോക്ടറെ ഇത് ക്ലിയർ ആയില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി പറയട്ടല്ലേ? ഡോക്ടർ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ സ്വാമി പറഞ്ഞ പോലെ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാനായാലും നമ്മളിതൊക്കെ പഠിക്കുന്നില്ലേ, ഇതിനെല്ലാം അപ്പുറത്താണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളി ആശ്രമത്തിൽ വെച്ചിട്ട് സ്വാമി ഇങ്ങനെ സത്സംഗത്തിൽ പറയണ്ടായിരുന്നു, നമ്മുടെ ഊർജം, അതായത് ആ ഊർജം നമുക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഒരു അസുഖവും നമ്മളെ വന്ന് പിടിപെടില്ല. ആ ഊർജം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഊർജം വരികയുള്ളൂ. അപ്പം ഈ ഊർജമാണ് നമ്മൾ ഈ പറയുന്ന പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ ടൈമിൽ നമ്മൾ പറഞ്ഞ ഈ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ഈ ഊർജ്ജമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഈ ഊർജ്ജമാണ്. അപ്പൊ നമ്മളെല്ലാവരും, നമ്മുടെ വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം പ്രതിരോധ ശേഷിക്ക് നമ്മൾ ആയുഷിന്റെ അണ്ടറിലുള്ള എല്ലാ മരുന്നുകളും ഓരോരുത്തർ, ഇപ്പൊ ആയുർവേദം കഴിക്കുന്നവരുണ്ടാവും, യുനാനി കഴിക്കുന്നവരുണ്ടാവും, സിദ്ധ കഴിക്കുന്നവരുണ്ടാവും, ഹോമിയോപ്പതി കഴിക്കുന്നുണ്ടാവും. ഇതല്ലാണ്ട് അലോപ്പതിയിൽ മരുന്നുകൾ എടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഗുരുവിനെ കിട്ടാത്തവർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഗുരുവിനെ കിട്ടിയ നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിരോധം തന്നെയാണ് നമ്മുടെ ഗുരുവിനുള്ള നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ കറക്റ്റ് നമ്മൾ ശക്തമായിട്ട് ഈ സമയങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ ഒരു കുട്ടിക്ക് പോലും ഈ പറഞ്ഞ ഒരു അസുഖം വരില്ല. അതോടൊപ്പം തന്നെ നമ്മളിൽ മാത്രമല്ല അല്ലെ, നമ്മുടെ ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗുരുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റോടുള്ള പരിസരവും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൃത്തിയാക്കുന്നതിലൂടെ, ഒരു പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് അസുഖങ്ങളില്ലാതെ പോകും. അപ്പോ അങ്ങനെ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ എന്താ, ആ നിൽക്കുന്ന ഭാഗങ്ങളിലൊന്നും നമുക്ക് അസുഖങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ നമുക്ക് അതിനൊരു മാറ്റം അവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പം അല്ലാണ്ട് നമ്മളിപ്പോ ഇനി ആധികാരികമായിട്ട് നമ്മളൊരു മെഡിക്കലി നമ്മൾ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കൊതുകുജന്യ രോഗങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു പ്രിവെൻഷൻ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ അല്ലെ. കൊതുക് എങ്ങനെ ഉണ്ടാകുന്നത്, നമ്മള് ഈ അഴുക്ക് ജലം ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നതിലൂടെയാണ് അവിടെ മുട്ടിട്ടിട്ടാണ് അതിന്റെ പിന്നെ കൊതുക് ഇത്തരം അസുഖകാരികളായ കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും പരിസരത്തും ഈ ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കുക, പ്ലാസ്റ്റിക്കിൽ വെള്ളം കെട്ടിക്കിടക്കുക, അതൊക്കെ അങ്ങനെ എന്തുണ്ട് നമ്മളത് ഒഴിവാക്കുക. അതെല്ലാം
നമ്മള് വെള്ളം കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്നതിലും ചിരട്ടിയാണെങ്കിൽ അതിന്റെ വേറെ രീതിയിൽ നമുക്ക് അതിപ്പോ എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഉണക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ചെടിച്ചട്ടികൾ ഇപ്പൊ അധിക പേരും ചെടി ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അപ്പൊ അവരുടെ ചെടിച്ചട്ടിയിലൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമ്മള് മഴ കൊള്ളാത്ത സ്ഥലങ്ങളിൽ നിന്ന് ആ ചെടികളൊക്കെ മാറ്റി വെക്കുക. കാരണം ഇത് പിന്നെയും മഴ പെയ്യുമ്പോൾ എന്താണ് അതിൽ വെള്ളം കെട്ടിക്കിടക്കും അല്ലെ. അപ്പം ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വരും. അങ്ങനെ ആ സമയത്ത് ഈ കൊതുക് വന്ന് അവിടെ മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഡെങ്കിപ്പനി ചിക്കൻ കുനിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കാര്യമുണ്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം വൈകുന്നേരങ്ങളിൽ ഇപ്പൊ എല്ലാവരും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല, പുറത്ത് പോകുന്നവരുണ്ടാവില്ലേ. അപ്പൊ ആ സമയം കഴിയുന്നത് നമ്മൾ മഴക്കാലത്ത് ഒരു ക്ലോത്ത് ഫുൾ നമ്മള് കൈവരെ ക്ലോത്തുകൾ ധരിക്കാൻ നോക്കുക. അങ്ങനെ പുറത്തിറങ്ങേണ്ട ഒരു ഇതുണ്ടെങ്കിൽ അത്തരം ഡ്രസ്സുകൾ ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുക. പിന്നെ മൊസ്കിറ്റോ റെപ്പലന്റ് പോലെയുള്ള ക്രീമുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ക്രീമുകൾ ഒരു അപകടകാരികളുമല്ല. നമുക്കത് വാങ്ങിച്ചിട്ട് നമ്മുടെ ശരീരത്തില് പിന്നെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടിയിടാം. മുഖത്ത് പുരട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മുഖത്തേക്ക് അത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവരെ കയ്യിൽ ഇട്ട് കൊടുക്കുക. 1.5 മണിക്കൂർ വരെയെങ്കിലും നമുക്കിതിങ്ങനെ കൊതുക് അടിക്കാതെ നമുക്ക് ഈ ഒരു ക്രീം ഇടുന്നതിലൂടെ നമുക്ക് രക്ഷ കിട്ടും. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വീടിന്റെ ഹാളിലൂടെ ഈ കൊതുക് വരിക കേട്ടോ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മൊസ്കിറ്റോ നെറ്റുകൾ നമുക്ക് കിട്ടില്ല, അതൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും അടിക്കുക. ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പിന്നെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇപ്പൊ നമ്മളിപ്പം പറയുന്ന ചന്തിരൂറില്ല, അവിടെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ് മെയിനായിട്ട് ഈ മൊസ്കിറ്റോ നെറ്റും ഒക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് റൂമിന്റെ അവിടെ മൊസ്കിറ്റോ നെറ്റുകളൊക്കെ നമ്മൾ ഇടുക. അടുത്തത് ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെന്തൊക്കെ പ്രിവെൻഷൻ നേടാം. അതിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ആഹാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ മഴക്കാലത്ത് നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചൂടോട് കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം ചിലരൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ വെള്ളം തിളപ്പിച്ചിട്ടേ കുടിക്കുന്നതെന്ന് പറയും. പക്ഷെ അവർ ഒന്ന് വരുമ്പോഴത്തേക്കിനും ഓഫ് ആക്കിയിട്ടായിരിക്കും ആ വെള്ളം കുടിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മള് നന്നായിട്ട് വെള്ളം കൊതിച്ചു കഴിഞ്ഞാല് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളത്തിന് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കുക. ഈ സമയത്ത് അതിൻ്റെ അകത്തിന് എന്ത് അണുക്കൾ ഉണ്ടെങ്കിലും അത് നശിച്ചു പോകും. അങ്ങനത്തെ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യാം, തിളപ്പിച്ച് ആറിയതിനു ശേഷം നമുക്ക് കുടിക്കാം. അല്ലാതെ നമ്മൾ ചിലരുണ്ടാവും ഈ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പച്ചവെള്ളം മിക്സായി കഴിക്കുന്നവരുണ്ട്, എല്ലാവരും അല്ല. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ജലജന്യ രോഗങ്ങൾ പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഭക്ഷണം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ അടച്ചു വെക്കാൻ ഇത് നമ്മുടെ ഗുരുവും പഠിപ്പിച്ച കാര്യമാണ്. ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് തുറന്നു വെക്കരുത്. കാരണം നമ്മൾ അതെന്ത് ചെയ്യണം, അടച്ചു വെക്കാം അല്ലെ. അതിന്റെ മെയിൻ കാരണം നമ്മൾ കാണാത്ത ചില അണുക്കൾ അതിൽ വന്നു കിടന്നാല് ഇപ്പം നമ്മൾ ഈച്ച എന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഈ ഈച്ചയിലൂടെ തന്നെ ചില അണുക്കൾ നമ്മളെ ആഹാരത്തിൽ വന്നു ചേർന്നാല് ഈ അണുക്കൾ നമ്മൾ അറിയാതെ കഴിയുകയും അങ്ങനെയാണ് നമുക്ക് കോളറ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉടൻ തന്നെ നമ്മൾ അതെന്ത് ചെയ്യുക, അടച്ചു വെക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നന്നായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കൈകൾ പുറത്തുനിന്നൊക്കെ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നവരാണെങ്കിൽ നന്നായിട്ട് കൈയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് കൈ ഹാൻഡ് വാഷ് ചെയ്യണം. നമ്മൾ ആദ്യം കൈ കഴുകി സോപ്പോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ അത് ഉപയോഗിച്ചിട്ട് നല്ല നമ്മൾ ക്ലീൻ ചെയ്യുന്ന നമുക്ക് കോവിഡിന്റെ സമയത്ത് നമുക്കെല്ലാം അറിയില്ല, നമ്മുടെ ഈ ഫിംഗേഴ്സിന്റെ ഒക്കെ ഇടയിലൊക്കെ നന്നായിട്ട് നമ്മള് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മള് കഴുകാൻ. ആ ഒരു സോപ്പിന്റെ നമ്മൾ കഴുകി കളയാം. പിന്നെ ഇത് നമുക്ക് വീടുകളിൽ ചെയ്യുന്ന കാര്യം അല്ലാതെ നമുക്ക് ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് 3 വാക്സിൻ ഒക്കെ എടുത്തവരുണ്ടല്ലേ. അപ്പൊ ഈ വാക്സിൻ ഉള്ളതും ഒരു വലിയൊരു ഘടകം തന്നെയാണ്. ഈ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ WHO നൽകിയ ഒരിതാണ് നമുക്ക് വാക്സിൻ ഉള്ളത്. അപ്പൊ നമ്മൾ ചെറുപ്രായത്തിലൊക്കെ ഇതിനൊക്കെ വാക്സിൻ എടുത്തവരാണ്. അതുകൊണ്ടാണ് ഇപ്പം ടൈഫോയിഡ് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അധികം എവിടെയും കാണാത്തത്. പക്ഷെ എന്നിരുന്നാലും ചില അസുഖങ്ങൾ, അതായത് ഡെങ്കു ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇതുവരെ പ്രതിരോധമായിട്ട് വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ അസുഖങ്ങളിൽ നമ്മുടെ പ്രതിരോധ മാർഗങ്ങളായ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേ
ഫോളോ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ സിദ്ധയില് അത് ഞാൻ ക്ലാസ്സിൽ പറയാൻ വെച്ചിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പിന്നെ മഴക്കാല സമയത്ത് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് കരുതാവുന്ന കുറച്ച് മരുന്നുകൾ എന്നൊക്കെ എല്ലാവർക്കും പരിശീലിച്ചു തരാം. പിന്നെ അത് പറഞ്ഞ നമ്മുടെ കോവിഡ് നമ്മുടെ ചുറ്റുപാടുകൾ വരാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അത് അലക്ഷ്യമായിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഒരു ഫുഡ് പിന്നെ കമ്പോസ്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റൊക്കെ ഇടുക. അല്ലാതെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുമ്പോൾ നമ്മൾ വാഴ തക്കാളി നമ്മൾ ചിലർ വളം പോലെ ഇട്ട് കൊടുക്കും. പക്ഷെ ഇത് കഴിക്കാനായിട്ട് എലികൾ വരുമ്പോ അവര് പിന്നെ അവിടെ ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ എലികൾ വരുന്ന സ്ഥലത്ത് തന്നെ അവരുടെ മൂത്ര വിസർജനം നടത്തും. അങ്ങനെ വരുന്ന സമയത്ത് മഴക്കാലത്ത് ഈ വെള്ളം ഇങ്ങനെ പോവുകയും അത് നമ്മളിപ്പോ പറമ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു മുറിവുണ്ടെങ്കിൽ അത് ആ മുറിവിലൂടെ ശരീരത്തിലേക്ക് വരും. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക. പിന്നെ മലിനജലത്തിൽ നമ്മൾ കഴിയുന്നതും ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. കോവിഡ് ഞാൻ പറഞ്ഞു, സാമൂഹിക അകലം, മാസ്ക്, സാനിറ്റൈസർ, ഇതൊക്കെയാണ് അതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. കോവിഡ് പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ ഒരു മഴക്കാല രോഗങ്ങളെ പറ്റി ഇതുപോലെ ഒരു ക്ലാസ് എടുത്ത സമയത്ത് അവിടുന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ, നമ്മുടെ വീട്ടിലൊരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ അധികം പേരും എന്താ ചെയ്യാ, പനി വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ആദ്യം ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് വ്യത്യാസം ഇല്ലെങ്കിലാണ് നമ്മൾ പിന്നെ ഡോക്ടർക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ കാര്യങ്ങൾ ആണ് നമ്മൾ ഒരു പനി വരുമ്പോൾ വീട്ടിൽ വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പനി നമുക്ക് വരിക, നമ്മളിപ്പോ നമുക്ക് ഒരു തലവേദന പോലെ തോന്നി, ചെറിയൊരു ചൂടൊക്കെ അനുഭവപ്പെടുന്നില്ല, നമ്മൾ വേഗം ചിലര് അലോപ്പതിയിലെ പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. കാരണം തലവേദന മാറും, ചൂട് മാറും. ചിലര് ആയുർവേദം അറിയാണെങ്കിൽ പിന്നെ ആയുർവേദ മരുന്നുകൾ എടുത്ത് കഴിക്കും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴുള്ള കാലഘട്ടത്തില് ഈ പനി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഡോക്ടറെ കണ്ട് അവരുടെ ഉപദേശം പ്രകാരം മാത്രമേ നമ്മൾ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോ കുറെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് അതിനുള്ള മരുന്നുകൾ കാര്യങ്ങൾ എടുക്കണം. എല്ലാവരും നമുക്കിപ്പം നമുക്കറിയാലോ, ഒരു മഴ എന്താ പറയാ, നമ്മുടെ അടുത്തൊരു സാധനം കഴിച്ചപ്പോ നമുക്കൊരു പനി വന്നത് നമുക്ക് തന്നെ മനസ്സിലാവല്ലോ, അത് ഇതുകൊണ്ടാണ് എനിക്ക് വന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പനി നമ്മൾ എപ്പോഴും പനി ചെക്ക് ചെയ്യണം. അതായത് പനി എന്നുള്ളത് ഒരു 100 അല്ലെങ്കിൽ 100ന് മേലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പാരസെറ്റമോൾ കഴിച്ചിട്ടൊന്നും പനി കുറക്കാൻ പാടില്ല, നമ്മുടെ ഡോക്ടറെ തന്നെ പോവാം. അതോടൊപ്പം തന്നെ പൾസ് ഓക്സിമീറ്റർ, അത് ഇപ്പം കോവിഡ് വന്നതിന് ശേഷം അധിക പേരുടെയും വീട്ടിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം പൾസ് ഓക്സിമീറ്റർ നമ്മളെ ഓക്സിജന്റെ ലെവല്, കാരണം ഈ പനി വരുന്ന സമയത്ത് മെയിനായിട്ട് നമ്മളെ ഓക്സിജന്റെ ലെവല് കുറഞ്ഞു പോകും. അത് ഒരു 94 എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും നോർമലായിട്ട് ഉണ്ടാകുന്ന റേഞ്ച്, 94 അതിന്റെ മേളിൽ. അപ്പൊ അതിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറഞ്ഞ ആയിട്ട്, അതായത് നമ്മുടെ മിഡിൽ ഫിംഗറിൽ വെച്ചിട്ടാണ് നമ്മൾ ഏത് കൈയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ വലത് കൈ ഉണ്ടല്ലേ, അപ്പൊ ഈ വലത് കൈയുടെ മിഡിൽ ഫിംഗറിൽ പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റീഡിങ് എടുക്കുന്നത്. അത് നമ്മളൊരു മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് എത്ര ഉണ്ട് നമ്മൾ റീഡിങ് എന്നുള്ളത്. ആ റീഡിങ് 94 കുറവാണെങ്കിൽ അതും നമ്മൾ വെച്ചിരിക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ ഇതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. പിന്നീട് നമുക്ക് ഇനിയിപ്പോ പൾസ് ഓക്സിമീറ്റർ ഇല്ലെങ്കിൽ, നമുക്ക് ഇപ്പൊ ഒരു ചെറിയൊരു കുട്ടിക്ക് നല്ലൊരു പനിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലൊരാൾക്കൊരു പനി ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ റെസ്പിറേറ്ററി റേറ്റ് നോക്കാം. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ മലർത്തി കിടക്കുക, ബെഡിൽ മലർത്തി ഇങ്ങനെ മേലോട്ട് നോക്കിയിട്ട് മലർത്തിന്നല്ലേ പറയല, അങ്ങനെ കിടത്തിയിട്ട് നമ്മൾ അവരുടെ വയറ്റില് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒരു മിനിറ്റില് ആ വയറ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്നത് നമ്മൾ കൗണ്ട് ചെയ്യണം. നോർമലി ഒരു 12 to 20 വരെയാണ് നമ്മളൊരു നോർമൽ അഡൽറ്റിന്റെ റെസ്പിറേറ്ററി റേറ്റ് നോർമലി എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുന്നുണ്ടെങ്കിൽ, ആ ഒരു 20 ഉള്ളതിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് ഈ പനിയുള്ള സമയത്താണ് ഞാൻ ഇത് പറയുന്നത്. പനിയുള്ള സമയത്ത് ഇങ്ങനെയും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിട്ട് കാണുന്നെങ്കിൽ അത് നിങ്ങൾ വെച്ചിരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കേണ്ടതാണ്. അപ്പം നമ്മളിപ്പോ കുട്ടികളിലാണെങ്കിൽ ഈ റെസ്പിറേറ്ററി റേറ്റ് എന്നുള്ളത് നമ്മളെ അപേക്ഷിച്ച് കൂടുതലാണ്. അവർക്ക് 35ന്റെ മേളിലൊക്കെയാണ് 3 months തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ വരുന്നത്. അപ്പം അവർക്കും ഇപ്പം ഓരോ ടൈമിൽ, അതായത് 6 to 3 months വരെ ആണെങ്കിൽ 35 to 55 അങ്ങനെ കുറച്ച് റെസ്പിറേറ്ററി റേറ്റിൽ ഓർഡർ റേറ്റുകളുണ്ട്.
അപ്പൊ ഇപ്പം 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു നമ്മളെ പോലെ തന്നെ ഒരു 12 to 20 മേളിലോട്ട് ഈ പനിയുടെ കൂടെ ഇതിങ്ങനെ 12 to 20 മേളിലേക്ക് കൂടിയിട്ടാണ് ഈ റെസ്പിറേറ്ററി റേറ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഒരു ഡൗൺ ആണ് ഒന്നെന്ന് പറയുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് അപ്പ് ആൻഡ് ഡൗൺ അതൊന്ന്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ 2, അങ്ങനെ ഒരു മിനിറ്റിൽ 12 to 20 മേളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടതാണ് ആ കുട്ടീനെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വീട്ടില് നമ്മളൊരു പനി വരുന്ന സമയത്ത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് വീട്ടുകളിൽ പിന്നെ മരുന്നുകൾ കഴിച്ചിട്ട് നമുക്കൊന്ന് വിശ്രമിച്ചാൽ, നന്നായിട്ടൊന്ന് വിശ്രമിച്ചാൽ മതി. പനികൾ അധിക പനികൾ നമുക്ക് വിശ്രമിക്കുമ്പോൾ തന്നെ വിശ്രമിക്കുകയും അതിനോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നതിലൂടെ മാറും. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ, കഞ്ഞി കുടിച്ചാൽ മാത്രം മതിയോ മറ്റെന്തെങ്കിലും ആഹാരങ്ങൾ നമ്മൾ, ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റായ ഒരു വിചാരമാണ് നമ്മൾ കഞ്ഞിയും ചമ്മന്തി അല്ലെ, ഒരു പനി വരുന്ന സമയത്ത് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും മാത്രം മതി എന്ന് പറയുന്നത്. അപ്പൊ കഞ്ഞി ശരിയാണ്, കഞ്ഞി കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഈ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്താ കിട്ടുന്നത്? ശരിക്കും നമ്മളൊരു പനി വരുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, മിനറൽസ്. അപ്പൊ നമ്മൾ ഈ പിന്നെ കഞ്ഞി കാർബോഹൈഡ്രേറ്റ് കിട്ടിയില്ലേ, പ്രോട്ടീനാണ് അടുത്തത്. അപ്പൊ ഈ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ ഈ കഞ്ഞിയും ചമ്മന്തി. അപ്പൊ ഈ പനി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി കുറയുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ ആന്റിബോഡീസിന് ഫൈറ്റ് ചെയ്യണമെങ്കിലുള്ള പ്രതിരോധ ശക്തികൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ഫുഡും ഇങ്ങനെയാ കഴിക്കുന്നത്. അപ്പൊ നമുക്കത് എന്തിലൂടെ കിട്ടും? അതുകൊണ്ട് എല്ലാവരും ഈ ഒരു തെറ്റായ കാര്യം ചെയ്യരുത്. പനി വരുന്ന സമയത്ത് നിങ്ങൾ ചൂടോടെ കഞ്ഞി കുടിച്ചോ, പക്ഷെ അതിന്റെ കൂടെ കുറച്ച് ചെറുപയർ പിന്നെ ഇതിന്റെ പൊങ്ങിച്ചതോ, അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നവരുണ്ടെങ്കിൽ മുട്ടയോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, തോരനായിട്ട് വെച്ചിട്ടോ നമ്മൾ ഇതിന്റെ കൂടെ മസ്റ്റായിട്ട് കഴിക്കണം. അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മുടെ പനിയുള്ള സമയങ്ങളിൽ കുടിക്കാവൂ. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ പനി വരുന്ന സമയത്ത് ഈ പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെയാണ്? അധിക പേരും ചെയ്യുന്ന എന്താണ്, നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് നേരെ തലേന്റെ ഇവിടെ തലയല്ല നെറ്റിന്റെ ഇവിടെ വെച്ച് കൊടുക്കും. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അവിടെ ഒരു ആർട്ടറീസ് ഒന്നും ഇല്ല നമുക്ക് പ്രവർത്തിക്കാൻ. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കക്ഷത്തും നമ്മുടെ ഈ ഇതെന്ന് പറയുന്നുണ്ടല്ലോ പെൽവിക്സിന്റെയും നമ്മുടെ തൈയുടെയും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ശരീരത്തിന്റെ 2 ആർട്ടറീസ് ഉള്ളത്. ഈ ആർട്ടറീസിലാണ് പനി വരുന്ന സമയത്ത് ചൂട് കൂടുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് ശരിക്കും കോട്ടന്റെ തുണി നന്നായിട്ടൊരു ചൂടുവെള്ളം ഒന്നും വേണ്ട, പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം പിഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കക്ഷത്തും അവിടെയും വെച്ച് കൊടുക്കുക. അതായത് കുട്ടികളിലൊക്കെ നമ്മൾ പിന്നെ പനി പാരസെറ്റമോൾ കൊടുത്തിട്ടും പനി കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അവർ ആ ടെമ്പറേച്ചർ കുറയും. പിന്നെ അല്ലെങ്കിൽ ഈ പനി നമ്മൾ അങ്ങനെ കുറഞ്ഞിട്ടില്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഫിക്സ് പോലത്തെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ ഫർദറായിട്ട് നിങ്ങൾക്ക് അവർക്ക് ഡോക്ടർ പറഞ്ഞ ബാക്കിയുള്ള മരുന്നുകളും കാര്യങ്ങളും ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്താൽ മതി. ഫുഡ് പറഞ്ഞു. ഇനി നമ്മുടെ ട്രീറ്റ്മെന്റ് വൈസ് ഞാനൊരു സിദ്ധ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ടും എന്റെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതില് നമ്മള് പ്രിവെൻഷൻ എന്നുള്ളത് സിദ്ധിയുടെ ഏറ്റവും വലിയ ഘടകമാണ്. കാരണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പഠിച്ചൊരു വിഷയത്തിനെ പറ്റി ഞാൻ പറയാണ്. പ്രിവെൻഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെ. ഒരു അസുഖം വരുന്നതിനേക്കാളും നല്ലത് നമ്മളത് വരാതെ, നമ്മളെ ശരീരത്തിലേക്ക് വരാതെ നമ്മൾ തടയണം. അതിനുള്ള ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ശരിക്കും നമ്മള് സിദ്ധയില് ഫുഡ് കഴിക്കുന്നതിനൊക്കെ സമയങ്ങൾ, അതൊക്കെ ഒരു വലിയ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇതാണ് കേട്ടോ. ഒരു ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങള്, നമ്മള് ഫുഡിന് സമയങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല, കാരണം പറയുമ്പോൾ പിന്നെയും നമ്മുടെ ടൈം പോയപ്പോ തന്നെ 8:27 ഈ സമയത്ത് എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. നാരുകൾ അടങ്ങിയ ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ ഇനി വീട്ടിൽ നമ്മൾ സൂക്ഷിക്കാൻ പറ്റുന്ന നമുക്ക് മരുന്നുകൾ പറഞ്ഞുതരാം. നിലവേമ്പ് പ്രതിരോധ ശേഷിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്ത് നമുക്ക് ഇപ്പൊ ചെന്നൈയിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ
2015-16 എന്ന് തോന്നുന്നു. 2015-16 നമ്മളെ പിണറായി മെമ്പർ അവിടേക്ക് ക്യാമ്പ് നടത്തിയ സമയത്ത് തലശ്ശേരിയിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് ഈ നിലവേമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിലവേമ്പ് 2 ഗ്ലാസ് വെള്ളത്തില് 1 സ്പൂൺ നിലവേമ്പിന്റെ പൗഡർ ഇട്ട് തിളപ്പിച്ച് നമ്മുടെ ഒരു 60 ml ആക്കിയത് 3/4 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ടാണ് ഒരാളിന് എന്നുള്ള നിലയിൽ ഒരാൾക്ക് എന്നുള്ള ഡോസിൽ നമ്മളത് കഴിക്കേണ്ടത്. അത് ഈ മഴക്കാലത്ത് നിങ്ങൾ എല്ലാവരും ആരെങ്കിലും അറിയാത്തവരോ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങിക്കുക നിങ്ങളെ വീടുകളിൽ. കാരണം കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ കൊടുത്തു, മോനൊക്കെ കൊടുത്തതാണ്. ഇത് അവിടെയുള്ള ഒരു വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തു. എന്റെ ഹസ്ബൻഡൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നവരാണ്, ഏത് സമയവും അവരെ പല ആളുകളായിട്ട് പഴകുന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊക്കെ മരുന്നുകളൊക്കെ കഴിച്ചത് കൊണ്ടായിരിക്കാം നമുക്കൊന്നും കോവിഡ് ആ സമയത്ത് വന്നിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഈ ചിക്കൻ ഗുനിയുള്ള സമയത്ത് നമ്മളൊരു സ്ഥലത്ത് ക്യാമ്പ് നടത്തുകയും അവിടുത്തെ ആളുകൾക്ക് ഈ നിലവേമ്പ് കൊടുത്ത സമയത്ത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക്. അതായത് 25 പേര് ഉണ്ടെങ്കിൽ 24 പേർക്കും വന്നിട്ടില്ല, ഒരാൾക്ക് വന്നു. പക്ഷെ ആ വന്ന ആള് പിന്നെ ക്രോണിക് ആയിട്ടില്ല, അതായത് അതിൻ്റെതായ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ഒരു ചെറിയൊരു ജലദോഷപ്പനി പോലെ അതങ്ങ് വന്നു പോവുക ചെയ്തത്. കാരണം അവരധികം മരുന്ന് ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ എടുത്ത് നമ്മൾ അന്വേഷിച്ചപ്പോ കറക്റ്റ് അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ നിലവേമ്പ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക ഇല്ലാത്തവരാണെങ്കിൽ. പിന്നെ സർവ്വസുര കുടിനീരുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ശാന്തിഗിരിയിലും SKM പോലെയുള്ള കമ്പനികളിലൊക്കെ ഈ സിദ്ധയുടെ എല്ലാ മരുന്നുകളും നിങ്ങൾക്ക് കിട്ടും. അടുത്തതായിട്ട് താലീസാദി ചൂർണം നിങ്ങൾ തേനില് കുട്ടികൾക്കൊക്കെ ഒരു ചെറിയൊരു തണുപ്പ് പോലെയോ ഒരു പനി പോലെയോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ത്രികടുക് താലിസാദി ചൂർണം എന്ന് പറഞ്ഞ ചൂർണങ്ങളുണ്ട് സിദ്ധയില്. ഇത് രണ്ടും നിങ്ങൾ ഒരു 1/2 സ്പൂൺ വീതം, കുട്ടികൾക്കാണെങ്കിൽ ഒരു 1/4 സ്പൂണും വലിയവർക്കാണെങ്കിൽ ഒരു 3/4 സ്പൂൺ വീതമൊക്കെ കഴിക്കാവുന്നതാണ്. തേനില് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു തണുപ്പ് പോലെയുള്ളതും ഒരു പനി പോലെ തോന്നുന്നൊരു ടെൻഡൻസി മാറും. പിന്നെ Pyro-H50 എന്ന് പറഞ്ഞിട്ട് സിദ്ധയിലൊരു ടാബ്ലറ്റ് ആണ്. നമ്മുടെ പാരസിറ്റ് മോള് കഴിക്കുന്നവരോട് പ്രത്യേകം ഞാൻ പറയാം, നിങ്ങൾ ഇത് നിർത്തിയിട്ട് ഈ Pyro-H50 എന്നുള്ള ടാബ്ലറ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു ജലദോഷം പോലെയോ തൊണ്ടവേദന പോലെ ഒരു പനി പോലെയോ തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ച് പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 എണ്ണം വീതം തന്നെ കഴിക്കുക, അല്ലെങ്കിൽ 1 വീതം 2 നേരമായിട്ട് കഴിക്കുക. കാരണം ഞാൻ ഇതിനൊക്കെ അനുഭവസ്ഥ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എന്റെ മരുന്നുകൾ തന്നെയാണ് എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കും കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇത് സെട്രിസിൻ, നമ്മൾ അലോപ്പതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന അധിക പേര് അലർജി, അതായത് മൂക്കൊലിപ്പ്, നമുക്കിവിടെ ചൊറിച്ചിൽ പോലെ തുമ്മലൊക്കെ വരുമ്പോൾ എല്ലാവരും കഴിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള മരുന്നാണ് സെട്രിസിൻ. പക്ഷെ ഈ സെട്രിസിന്റെ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ അതേ എഫക്ട് കൊടുക്കുന്ന മരുന്ന് സിദ്ധയിലുണ്ട്. അത് ഈ നിലവേമ്പിന്റെ കൂടെ നമുക്ക് വസന്ത കുസുമാകർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു മരുന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ നിലവേമ്പിന്റെ കൂടെ 1 വീതം നിങ്ങൾ രാത്രി കഴിക്കുകയാണെങ്കിൽ സെട്രിസിന്റെ അതേ സെയിം എഫക്റ്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിറ്റേ സെട്രിസിൻ കഴിച്ച് അധികം പേർ പറയാം പിറ്റേന്ന് നമുക്ക് ക്ഷീണമായിരിക്കും, തലക്കൊരു കനം പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ മരുന്ന് കഴിക്കാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അലർജിക് റൈനൈറ്റിസ് പോലെയുള്ള, അതായത് മൂക്കിലെ ചൊറിച്ചിൽ പോലെ ഒരു തണുപ്പ് പോലെ ഒരു മൂക്കൊലിപ്പ്, അതൊക്കെ നമുക്ക് തലവേദന അതൊക്കെ നമുക്ക് മാറി കിട്ടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് സിദ്ധയിൽ കൊടുക്കുന്ന ഈ സമയത്ത് മഴക്കാല സമയത്ത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ. അപ്പൊ ഞാൻ എല്ലാ ഭാഗവും കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മരുന്ന് നമ്മുടെ സിദ്ധയിൽ കൊടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണുള്ളതും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സമയം അറിയില്ല എത്ര മണി വരെയാണ് നിങ്ങള് എത്ര വരെയാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ വണ്ടി ചേച്ചി? അത് കണ്ടിന്യൂ ചെയ്യാട്ടോ, കുഴപ്പമില്ല. 8:09 ആയാലും കുഴപ്പമില്ല. അതെ അതെ കണ്ടിന്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു സംശയം, എന്നാൽ നമ്മളിതൊരു ക്ലാസ് പോലെ എടുക്കണ്ട. നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ ഇത് തന്ന ഈ ഒരു അറിവില് ഞാൻ നിങ്ങളിലൊക്കെ പറഞ്ഞു തരാം. എനിക്ക് അറിയുന്നിടത്തോളം ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പൊ അതില് എന്റെ പോരായ്മയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതില് എന്തെങ്കിലും മനസ്സിലാകാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം എനിക്ക് ചോദിക്കണമെങ്കിൽ ആരും ചോദിക്കാട്ടോ. ആരും ഒന്നും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും മാർഗം നിൽക്കരുത്. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ പറഞ്ഞത് എല്ലാരും കേട്ടു വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പങ്കുവെക്കാവുന്നതാണ്.
ആർക്കും സംശയമില്ലാന്നാ തോന്നുന്നത്. സംശയമില്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവാണ്ടുണ്ടോ? അതാണോ സംശയമില്ലാത്ത? അതുകൊണ്ട് അങ്ങനെയാണോ? അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള ഒരു ഇതുണ്ടോ? അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ ശരിക്കും മനസ്സിലായില്ല, കുറച്ച് ധൃതി കൂടിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കായാലും അത് പറയാട്ടോ. ഡോക്ടർ എടുത്ത ക്ലാസ് വളരെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എന്നോട് ഒരു പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ഈ നമ്മൾ ഈ കുട്ടികളെ മഴ നനയുന്ന സമയത്ത് അവർക്ക് പനി വരുമോ എന്നുള്ളത്. അത് അധികം പേരും നമ്മുടെ വീടുകളിൽ അല്ലെ, എന്നോടൊക്കെ പണ്ട് എന്റെ അമ്മ പറയും, മോളെ ഇനി മഴയത്ത് കളിക്കലെങ്ങ് വാ, തണുപ്പ് പിടിക്കല്ലേ, പനി പിടിക്കുന്നു പറയും. പക്ഷെങ്കിൽ അന്ന് നമുക്ക് നമ്മളത്ര നമുക്ക് അമ്മ പറയുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് വരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ അതിൽ ചെറിയൊരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും അങ്ങനെ മഴ നനയുന്നതിലൂടെ ഒരിക്കലും നമ്മുടെ ശരീരത്തില് നമുക്ക് പെട്ടെന്ന് പനി വരില്ല. കാരണം എന്താ പറയാ, മഴ നനയുമ്പോൾ എനിക്കത് ശരീരത്തിൽ നീർവീക്കം പോലെ ഇറങ്ങിയിട്ട് നിനക്ക് പനി വരുന്ന പറയുക അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ അല്ലെ നമ്മുടെ ഈ ഒരു സ്കാൽപ്പ് അത്രയും കട്ടിയില്ല. അപ്പൊ അതിലൂടെ ഉള്ളിലോട്ടൊന്നും നമ്മുടെ ഈ മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ കണികൾ പോയിട്ടൊന്നും നമുക്ക് അങ്ങനെ അസുഖങ്ങൾ വരൂല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്പർ റെസ്പിറേറ്ററി, അതായത് ഈ നമ്മൾ പറയല്ലോ ഈ തുടക്കത്തിലുള്ള മഴ, അതില് ഈ അന്തരീക്ഷത്തിലുള്ള പല അണുക്കളുണ്ടാവും. അത് വരുന്നതിലൂടെ അത് നമ്മുടെ ഈ മൂക്ക്, ചെവി, വായിലൂടെ നമ്മുടെ അകത്ത് ഈ മഴ വെള്ളം നമ്മുടെ ചിലപ്പോൾ വായിലൊക്കെ ആയിപ്പോലെ, അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അല്ലാതെ മഴ നനയുന്നതിലൂടെ ഇപ്പൊ നമ്മളിപ്പോ കുറെ പ്രാവശ്യം ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല അണുക്കളൊക്കെ പോയിട്ടുണ്ടാകുന്നു. അത്തരം മഴകൾ നമ്മൾ നനയുന്നതിലൂടെ ഒന്നും നമുക്കൊരിക്കലും പനി എന്നുള്ളത് വരില്ല. ആർക്കും എന്ത് സംശയന്റെ ചോദിക്കാട്ടോ. ഞാൻ എന്നോട് കുറെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസുകളൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ആരും വേറെ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾ ചോദിക്കുമ്പോഴേ നമുക്ക് ഇപ്പൊ നമ്മൾ വിട്ടുപോയ ഭാഗമാണെങ്കിൽ അത് ഓർത്തെടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെ അറിയേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ നമുക്ക് കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് നമ്മളെ മഴക്കാല രോഗങ്ങളല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടല്ലോ പേവിഷബാധ എന്നുള്ളത്. അപ്പം നമ്മളെ ആളുകൾ ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം സ്വാമി സത്സംഗത്തിൽ പറഞ്ഞു, കാരണം ഗുരുവിന് ഈ നമ്മളെ ഈ പെറ്റ് ആയിട്ട് വളർത്തുന്ന നായിനെയും കുട്ടിനൊക്കെ നമ്മൾ പെറ്റായിട്ട് വളർത്തുന്നത് ഇഷ്ടമല്ല. കാരണം അവരുടെ ശരീരത്തിലുള്ള അണുക്കള് അത് നമുക്ക് പറ്റിയതല്ല. അവരുടെ ആ രോമമൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല. കാരണം ദൈവം നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ സയൻസ് കണ്ടുപിടിക്കുന്നതൊക്കെ. കാരണം ഈ വെള്ളം നമ്മൾ വെള്ളപ്പാണ്ട് എന്നൊക്കെ പറയും. ഈ പൂച്ചയുടെ ഒക്കെ രോമങ്ങളൊക്കെ നമ്മുടെ ഈ ബ്ലഡിലൊക്കെ കലരുമ്പോഴാണ് ഈ അധികം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ ഉണ്ട് അതിലൊരു കാരണമായിട്ട് നമ്മളിത് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ അണുക്കൾ ഉള്ളിൽ പോകുമ്പോൾ ഡയറിയ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നവരുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, പെറ്റുകളെയും പെറ്റുകളായ പട്ടി കൂട്ടൊക്കെ ഉള്ളത് നമ്മൾ അതിനൊക്കെ ഒരു അകലത്തിൽ നമ്മളെപ്പോഴും വെക്കുക. നമ്മുടെ ബെഡ്റൂമിൽ ചിലരൊക്കെ ഉണ്ട് ബെഡ്റൂമിലും ബെഡിലൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ അതിനെ സ്നേഹിച്ച് അതിനൊരു സ്ഥലം അവിടെ മാറ്റി വെക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കഴിയുന്നതും ഒറ്റക്ക് അവരെ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടെ പോയിട്ട് അവർക്ക് ഇപ്പൊ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരാൾ കൂടെ പോവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചല്ലേ നമുക്കാണ് നല്ലത്. കാരണം ഇത് നമുക്ക് മാത്രമല്ല ബാക്കി നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം.
പിന്നെ ഇപ്പം പേടിച്ച പോലെ നമ്മള് പേപ്പറിലൊക്കെ കാണുന്നുണ്ട് വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടതല്ല ഒരു കുട്ടിയൊക്കെ 2-3 കുട്ടികളൊക്കെ. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവര് ആദ്യം ചെല്ലുന്ന ഹോസ്പിറ്റലിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഇല്ല. അപ്പൊ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ ആദ്യം അവർക്ക് ചെയ്തിട്ടാണ് പിന്നെ അതിന്റെ കൂടെ ഇതിന്റെ വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പിന്നെ ഇതിനെ നമുക്ക് ശരീരത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് വാക്സിൻ മാത്രം, അതും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് കിട്ടിയത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മരണം വന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പറയാനുള്ളത് വെച്ചാല് ഈ പട്ടികള് കടിക്കുന്ന സമയത്ത് അവരുടെ നമ്മുടെ അപ്പർ ബോഡിയിലേക്കാണ് നമ്മൾ കടിക്കുന്നത്. അതായത് കൈ, ചെവി അവിടെയൊക്കെയാണ് കടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് ബ്രെയിൻ എഫക്ട് ചെയ്യും. അതാണ് വേറൊരു മരണ കാരണമായിട്ടും പറയുമ്പോൾ കാലിലൊക്കെ കടിക്കുന്നതാണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് അത് എഫക്ട് ചെയ്യില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഈ കൈകളിലും ഈ തോളിന്റെ വിട മുഖത്തൊക്കെ കടിക്കുമ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് ബ്രെയിനിലേക്ക് അതിന്റെ ഇമ്പൾസ് എത്തുകയും ഡെത്ത് സംഭവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ. കൊറോണ എന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാരും വാക്സിൻ എടുത്തതാണ്. അപ്പൊ ആ വാക്സിൻ പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കുറെ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എത്രത്തോളമാണ് ഇങ്ങനെയുള്ള വാക്സിനുകളിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക? അപ്പൊ അതിനൊരു ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു വശമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു. ഇപ്പം എന്തോ ഞാൻ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ് നിങ്ങളിപ്പോ ഓർമ്മിപ്പിച്ചത്. കാരണം ഈ ഒരു കാര്യം പിന്നെ വാക്സിൻ നമ്മൾ പറഞ്ഞല്ലോ, അത് അതായത് നമ്മുടെ അസുഖങ്ങളെ കുറെയൊക്കെ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ എന്താ പറയാ സഹായിക്കുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് വരാതിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അതില് ഏറ്റവും കൂടുതൽ നമ്മളെ നിൽക്കുന്ന എന്താണ് നമ്മുടെ ബാലസർവാംഗം അല്ലെ. ബാലസർവാംഗം എന്നുള്ള മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ വാക്സിനുകളെ എത്രയോ മടങ്ങാണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബാലസർവാംഗം കറക്റ്റ് കഴിക്കുന്നവർക്ക്. കാരണം മറ്റുള്ള ഈ പറഞ്ഞ പേടിച്ച പോലെ പോലെ ഇരിക്കില്ല. കാരണം അത് നമുക്കിപ്പം ഇവര് ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിന് അത്രയും ഡെവലപ്ഡ് ആയിട്ട് അതിനെ റിസർച്ച് ചെയ്തില്ല. പക്ഷെ അതിനെ മനസ്സിലാക്കിയെടുത്തോടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഓരോ തരത്തിലുള്ള വിഷങ്ങളും ഈ ബാലസർവാംഗം കഴിക്കുന്നവരെ ശരീരത്തിൽ വരില്ല. കാരണം ഈ ബാലസർവാംഗം കഴിക്കുന്നതിലൂടെ നമ്മുടെ സെല്ലിന്റെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ സെല്ലിന്റെ പുറത്ത് ഒരു പുതിയൊരു സെൽസ് ആഗിരണം ചെയ്ത് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്ടീരിയക്കോ വൈറസിനോ എന്തായിക്കോട്ടെ ഇതിനൊന്നും നമ്മുടെ ഇതിന് വിട്ടിട്ട് നമ്മുടെ ഉള്ളിലുള്ള സെൽസിലേക്ക് കയറാൻ പറ്റുന്നില്ല. അത് അവിടെ വെച്ച് തന്നെ ചത്തുപോവാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമുക്കത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബാലസർവാംഗത്തിന്റെ ഗുണം എത്രത്തോളം ഈ മറ്റ് വാക്സിനെ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത്. കാരണം ഇപ്പൊ വാക്സിൻ ഇപ്പൊ ചേച്ചി പരിശോധിച്ച പോലെ കോവിഡിന്റെ സമയത്ത് കോവാക്സിനും കോവിഷീൽഡും ഒക്കെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് വന്നവരുണ്ട്. ഇതല്ലാതെ ഇപ്പം അതിനുശേഷം പിന്നെ പല അതിന്റെ റെസ്പിറേറ്ററേറ്റോ അല്ലെങ്കിൽ വയറിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യൂറോപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ഓരോരുത്തർക്കും ഒരു വരുന്നുണ്ട് ഈ കോവിഡിന്റെ വാക്സിൻ എടുത്തതിന്റെ ഭാഗമായിട്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു സമയത്ത് പേടിച്ച് നിന്ന ആ ഒരു ടൈമില് നമ്മൾ ആ വാക്സിൻ എടുത്തതിലൂടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയില്ല. പക്ഷെ ഏത് മരുന്നിനും അതിൻ്റെതായ ഒരു സൈഡ് എഫക്ട് അത് ചിലപ്പോൾ അന്നേരം ഇല്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശരീരത്തിലേക്ക് വന്നേക്കാം. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം അത് ചിലപ്പോൾ ചിലരിലൊക്കെ ഇങ്ങനെ പിന്നെ ശ്വാസം മുട്ടലായിട്ടും പിന്നെ വയറ്റിലെ പ്രശ്നങ്ങളായിട്ടും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് വരുന്നത്. ചിലർക്ക് ഈ പിന്നെ ഞരമ്പ് വീക്ക്നെസ് ആയിട്ട് ട്രെമേഴ്സ് പോലെയൊക്കെ വരുന്നുണ്ട്, അത് പാർക്കിൻസോൺസും പോലെയൊക്കെ. അപ്പം നമ്മൾ അത്ര ഇതായിട്ടില്ല. ആ സമയത്ത് കോവിഡ് എന്ന് വെച്ചാൽ അത്രയും വ്യാപകമായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ അതിനെ ഒരു വരാത്ത രീതിയിൽ ഇതാക്കാനുള്ള ഒരു വാക്സിൻ അവർ ഉണ്ടാക്കി. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ബോഡിയിൽ വന്നേക്കാം. അതില്ലാന്ന് നമുക്ക് പറയും. കാരണം ഏത് മരുന്നിനും അതിന്റെ ആ ഒരു മെഡിസിന്റെ ഇതില് നമ്മൾ കുറെ നാൾ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു പിന്നെ സൈഡ് എഫക്ട് നമ്മുടെ ബോഡിയിലേക്ക് വരും. അതിപ്പോ നമുക്കറിയാം ഈ ആയുർവേദത്തിലായാലും നമ്മളിപ്പോ അരിഷ്ടങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ, അതായത്
നമ്മളൊരു ഡോക്ടർ പറയുന്ന ഒരു ഡോസ് കഴിഞ്ഞിട്ടും ചിലര് പോയിട്ട് അരിഷ്ടങ്ങൾ ഇങ്ങനെ പിന്നെ 30 ml എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വാങ്ങിക്കും പോയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലിവറിനെ അത് ബാധിച്ചിട്ട് ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ഡോക്ടർ പഠിച്ച ഒരു ഡോക്ടർ ആയതോടുകൂടെ നമ്മൾ എപ്പോഴും മരുന്നുകൾ ഉള്ളിലെടുക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ വാക്സിൻ എടുക്കുന്ന സമയത്തായാലും നിങ്ങൾ ഒരു നിങ്ങളെ MD ഡോക്ടേഴ്സ്, അതായത് ഇപ്പം ചിലരുണ്ടാവും അല്ലെ BP-ക്ക് ഷുഗറിനൊക്കെ മരുന്ന്, ആ ഡോക്ടറെ പോയി കണ്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പറയുന്നത്. കാരണം അവരുടെ ബോഡിക്ക് അത് പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടല്ലേ. പക്ഷെ അതിൻ്റെതായ ചില സൈഡ് എഫക്റ്റുകൾ പിന്നെ ചിലപ്പോൾ വന്നേക്കാം, അതില്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. ഇപ്പം അലോപ്പതി ആയാലും പിന്നെ ആയുർവേദമായാലും സിദ്ധയായാലും എല്ലാത്തിനും ഹോമിയോ ആയാലും എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് ഏത് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയും. ഇപ്പം നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായി അല്ലെ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലോപ്പതിയിൽ പോകണം അല്ലെ. അല്ലാതെ നമുക്ക് ഒരു സൊറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസുകൾ അല്ലെ വാദപരമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ആവശ്യം കണ്ടതിലുള്ള ഏത് ട്രീറ്റ്മെന്റ്, ഏത് സിസ്റ്റത്തിൽ ഏത് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം. പക്ഷെ ഇതിൽ പേടിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ പേടി എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ഡോക്ടേഴ്സ് നമുക്ക് പിന്നെ നമുക്ക് ശരീരത്തിന് മോശമാകുന്ന രീതിയിലുള്ള മരുന്നുകൾ തരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറയുന്ന കാലയളവിൽ മാത്രം മരുന്നുകൾ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ എന്റെ ഒരു അറിവിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ശരി, മനസ്സിലായി. മഞ്ജു, ഇനി അടുത്ത പാട്ടിലേക്ക് പോവാന്നാല്. ഡോക്ടർ ക്ലാസ് അവസാനിപ്പിച്ചല്ലോ അല്ലെ? അല്ലേ ഡോക്ടർ പറഞ്ഞു തീർന്നല്ലോ. എന്റെ വിശ്വാസം. അതാ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ ഈ ചോദിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷെ അതും ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഈ ബാക്കി നമുക്ക് ഇത്രയും സമയം സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, സദ്ഗുരേ ശരണം. അപ്പൊ നമ്മുടെ ഈ വർഷകാല പകർച്ചവ്യാധി പ്രതിരോധത്തിന് അനുയോജ്യമായ ആഹാരശീലങ്ങളും ഔഷധങ്ങളും എന്ന വിഷയത്തിൽ വളരെ വിജ്ഞാനപ്രദമായ ശാസ്ത്രീയമായ അറിവുകൾ അത് ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ തന്നെ വളരെ സുവ്യക്തമായി സമഗ്രമായും അവതരിപ്പിച്ച ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആണ് പ്രിയപ്പെട്ട ഡോക്ടർ എന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോ തികഞ്ഞ ബോധ്യത്തോടുകൂടി ആരോഗ്യത്തിലേക്ക് കൂടുതൽ കരുത്തോടെ യാത്ര ചെയ്യാൻ ഈ വാക്കുകൾ നമുക്ക് ഊർജം പകരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇന്നത്തെ ഈ പരിപാടിക്ക്